ഓണത്തിൻ്റേത് മാത്രമായി ചില കളികളും കലാരൂപങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പലതും വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊന്നാണ് നമ്മുടെ ഓണവില്ല്. ഓണവില്ല് നിർമ്മിക്കുകയും അതിൽ മനോഹരമായി സംഗീതം പൊഴിക്കുകയും ചെയ്യുന്നൊരു കുടുംബം മലപ്പുറത്തെ കൊട്ടൂരിലുണ്ട്. തെക്കേപുരക്കൽ വീട്ടിൽ ഓണവില്ല് കൊട്ടുന്നതിന് മുൻപുള്ള ഒരുക്കമാണ്. ഓണവില്ല് എന്ന് കേൾക്കുമ്പോൾ ഈ തലമുറയ്ക്ക് അത്ര പരിചയമുണ്ടാവില്ല. പഴമക്കാരുടെ മനസ്സിൽ ഓണവില്ലിന്റെ വശ്യമായ താളം ഓണത്തിന്റെ സുന്ദരമായ ഓർമ്മയാണെന്നും. കുടുംബത്തിൽ ഉൾപ്പെട്ട 10 പേർ ചേർന്ന് ഓണവില്ല് കൊട്ടുകയായി. ഇത് ഉത്രാടം നാളിൽ തൃക്കാക്കരപ്പൻ വെക്കുന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് കൊട്ടുക. അപ്പോൾ ഇത് കൊട്ടിയിട്ട് വേണം തൃക്കാക്കരപ്പനെ വെക്കാനെന്ന് പറയാം. അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്ന് മഹാദേവനെ വെക്കുന്ന സമയത്തും ഇത് എല്ലാവരും കൂടി കൂടിയിട്ടാണ് കൊട്ടുക. നേദിക്കുന്ന സമയത്ത് അന്നത്തെ ഉപകരണം ഇതാണ് ഓണവില്ല്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. പണ്ട് എല്ലാ വീടുകളിലും ഇതുണ്ടായിരുന്നു, ഈ ഓണവില്ല് പറയുന്ന സംഭവം. ഈ ഇത് ഇപ്പം അത് അന്യം നിന്ന് പോയി. ആർക്കും ഇതിനെപ്പറ്റി അറിയണവർ തന്നെ ചുരുക്കമാണ്. വില്ല് കൊട്ടുന്നതിന്റെ മുന്നിൽ കുടുംബത്തിലെ കാരണവർ കുട്ടിയാത്ത നിന്നു. മകൻ മധു, പേരമകൻ 12കാരൻ നവനീതും കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഓണവില്ലിന്റെ കൊട്ടൽ തലമുറകളിലേക്ക് കൈമാറി വരുന്നു. വില്ലിന്റെ നിർമ്മാണത്തിലും കേമന്മാരാണ് കുട്ടിയാത്തയും മധുവും. പനയുടെ തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഓണവില്ല് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് പനയും കഴുങ്ങ് മുള ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇതിന് പാത്തി എന്നാണ് പറയുക ഈ സംഭവത്തിന്. ഇത് ഞാണ്, ഇത് മുള കൊണ്ടാണ് ഞാണ് ഉണ്ടാക്കുക. പാത്തി പന കൊണ്ടും കഴുങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് പ്രത്യേക രീതിയിൽ ചെത്തി മിനുക്കി പ്രത്യേക രീതിയിൽ ഇവിടെ കുടുക്കിയിട്ടാണ് ഇത് ഇത് കുലയ്ക്കുക. വില്ല് കുലയ്ക്കുക എന്ന് പറയും. വില്ല് കുലച്ചിട്ട് വേണം ഇത് കൊട്ടാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. മുളംകോല് കൊണ്ട് വില്ലിൽ തായമ്പക വരെ കൊട്ടാം. മുൻപെല്ലാം ഓണത്തിന് തൃക്കാക്കരയപ്പനെ വെക്കുമ്പോൾ ഓണവില്ലും വെക്കുമായിരുന്നു. അന്ന് വില്ല് കൊട്ടാൻ അറിയുന്നവരും ധാരാളം. വീണ്ടും ഒരു ഓണക്കാലത്ത് പൈതൃക താളമായ ഓണവില്ലിനെ ഓർക്കാതെ എങ്ങനെ? അഭിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.